LDF അല്ലാതെ മറ്റാരുണ്ട് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ? 82 വയസ്സായ ഒരമ്മയ്ക്ക് പോലും സുരക്ഷിതത്വമില്ലാതെ ഇരിക്കുന്നതാണോ സ്ത്രീ സുരക്ഷ കേരളത്തിന്റെ? ഇതേ കാട്ടാക്കടയിലല്ലേ 82 വയസ്സായ ഒരമ്മ, വൃദ്ധയായ ഒരമ്മ ഭിക്ഷ യാചിച്ചൊരു വീട്ടിലെത്തിയതും ആ വീട്ടിൽ ഒരു പോലീസുകാരൻ ഉൾപ്പെടെ 2 ആളുകൾ അവരെ വിളിച്ച് അകത്തേക്ക് കയറ്റി 10 റുപ്പിക കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കതക് കുറ്റിയിട്ട് അവരെ മർദ്ദിച്ച് അവശയാക്കിയതും ഇതേ കാട്ടാക്കടയിലാണ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെടുന്നു LDF അല്ലാതെ മറ്റാരുണ്ട് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ. ഇതാണോ സ്ത്രീ സുരക്ഷ? 82 വയസ്സായ ഒരമ്മയ്ക്ക് പോലും സുരക്ഷിതത്വമില്ലാതെ ഇരിക്കുന്നതാണോ സ്ത്രീ സുരക്ഷ കേരളത്തിന്റെ? ഇതേ കാട്ടാക്കടയിലും സമീപ പ്രദേശങ്ങളിലുമാണ് ഒരു പ്രസ് ജീവനക്കാരിയായ പെൺകുട്ടിയുടെ അടുത്തേക്ക് മദ്യലഹരിയിൽ ഒരു ചെറുപ്പക്കാരൻ കയറി ചെന്നതും അയാൾ അവളെ ആക്രമിച്ചതും. അയാൾ ആത്മഹത്യ ചെയ്തു, ആ പെൺകുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നത് ഇതാദ്യമല്ല അത്തരം സംഭവം ഉണ്ടാകുന്നത്. മുൻപും ഇയാളിൽ നിന്ന് ശല്യമുണ്ടാകുന്നു എന്ന് പരാതിപ്പെട്ട് പലവട്ടം പെൺകുട്ടി പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും യാതൊരുവിധ സഹായവും അവൾക്ക് ലഭിച്ചിരുന്നില്ല. ഇതാണോ ഇടതുപക്ഷം കൊട്ടിഘോഷിക്കുന്ന ഭദ്രതയുള്ള സുരക്ഷയുള്ള കേരളം? പ്രിയപ്പെട്ടവരെ, സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചുമതലക്കാരി എന്ന നിലയ്ക്ക് എനിക്കറിയാം കേരളത്തിലെ സഹോദരിമാരകപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥ. ഇതേ തെക്കൻ കേരളത്തിലാണ് ഉത്തര എന്ന് പേരുള്ളൊരു പെൺകുട്ടിക്ക് ഭീകരമായ പീഡാനുഭവങ്ങൾ ഭർത്താവിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത്. വിസ്മയ എന്ന് പേരുള്ള മറ്റൊരു പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഇതേ കേരളത്തിലാണ്. ഇതേ കേരളത്തിലാണ് മധു എന്ന ആദിവാസി യുവാവിന് ഒരു പിടി അരി തെണ്ടി അലയുന്നതിനിടയിൽ പിടിച്ചു കെട്ടിയിട്ട് പ്രഹരിക്കപ്പെട്ട് മരണത്തിലേക്ക് വഴുതി വീഴേണ്ടി വന്നത്.